സാന്താക്ലോസിന് ഒരു ചരിത്രമുണ്ട്. സെയിന്റ് നിക്കോളോസ് എന്ന ഡച്ച് പേരിൽ നിന്നാണ് സാന്താക്ലോസ് എന്ന പേരിന് തുടക്കമാകുന്നത്. 4-ാം നൂറ്റാണ്ടിൽ ഗ്രീസിൽ ജീവിച്ചിരുന്ന വിശുദ്ധനായ നിക്കോളോസ് ആണ് പിൽക്കാലത്ത് സാന്താക്ലോസായി മാറിയതെന്നാണ് ചരിത്രം. കടുചുമപ്പൻ കോട്ടും വടിയും ഷൂസുമൊക്കെയായി ഡിസംബർ മാസത്തിന്റെ ആവേശമാണ് സാന്താക്ലോസ്. പിറവി സന്ദേശം അറിയിച്ച് വീടുകളിൽ എത്തുന്ന കാരൽ സംഘങ്ങളിൽ സാന്താക്ലോസ് ഒഴിച്ചുകൂടാനാകാത്ത ഘടകമാണ്. ക്രിസ്മസ് വേളയിൽ നക്ഷത്രവും പുൽക്കൂടും ഒരുക്കി സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് മുതിർന്നവരെങ്കിൽ കുട്ടികൾ എന്നും കാത്തിരിക്കുന്നത് ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ ഡിസംബർ മാസത്തിന്റെ തുടക്കം മുതൽ വീട്ടിലെത്തുന്ന സാന്താക്ലോസിനെയാണ്. വെളുത്ത താടിയും ചുവന്ന തൊപ്പിയും കയ്യിൽ ഒരുപാട് സമ്മാനങ്ങളുമായി വരുന്ന സാന്താക്ലോസ് എക്കാലത്തും കുട്ടികൾക്ക് പ്രിയപ്പെട്ടയാളാണ്. ആശംസ പറഞ്ഞ് മിഠായിയും തന്ന് സാന്ത നടന്നു പോകുമ്പോൾ ഇത്തിരി വിഷമം തോന്നും. ഇനി സാന്തയെ കാണുവാൻ അടുത്ത ക്രിസ്മസ് വരണ്ടേ. സമ്മാനങ്ങൾ നൽകുന്നയാൾ എന്നർത്ഥം വരുന്ന സെയിന്റ് നിക്കോളോസ് എന്ന ഡച്ച് വാക്കിൽ നിന്നാണ് സാന്താക്ലോസ് എന്ന വാക്കിന്റെ ഉത്ഭവം. 4-ാം നൂറ്റാണ്ടിൽ ഗ്രീക്കിൽ ജീവിച്ചിരുന്ന ബിഷപ്പായിരുന്നു സെയിന്റ് നിക്കോളോസ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് സാമൂഹിക പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്ന നിക്കോളോസ് പാവപ്പെട്ടവർക്ക് ഒരുപാട് സാധനങ്ങൾ സമ്മാനമായി നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായാണ് സാന്താക്ലോസ് എന്ന പേര് സ്വീകരിക്കപ്പെട്ടത്. പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കാനഡയിലാണ് ഇന്ന് കാണുന്നത് പോലെ വെള്ളത്താടിയും വൈറ്റ് കോളറും ചുവപ്പും വെള്ളയും ചേർന്ന വസ്ത്രവും അണിഞ്ഞ് സാന്ത വീടുകളിലെത്തി ക്രിസ്മസ് ആശംസകൾ നേരുവാൻ തുടങ്ങിയത്. 1823 പ്രസിദ്ധീകരിക്കപ്പെട്ട എ വിസിറ്റ് ഫ്രം സെയിന്റ് നിക്കോളോസ് എന്ന കവിതയിൽ വിശദീകരിച്ചതുപോലെയാണ് സാന്തയുടെ രൂപം ഡിസൈൻ ചെയ്യപ്പെട്ടത്. കാലാകാലങ്ങളായി ഇത് നിലനിന്നു പോകുന്നു. സിനിമയിലും കഥകളിലും കവിതകളിലും ഇന്നും സാന്തയ്ക്ക് ഒരു രൂപമേ ഉള്ളൂ. മലയാളികൾ ക്രിസ്മസ് അപ്പൂപ്പനെന്നും തമിഴർ ക്രിസ്മസ് താത്തയെന്നും വടക്കേ ഇന്ത്യക്കാർ ക്രിസ്മസ് ബാവയെന്നും സാന്തയെ വിളിക്കുന്നു. ജെയിംസ് ലോർഡ് പെയർപോയിന്റ് എഴുതിയ അമേരിക്കൻ ക്രിസ്മസ് ഗാനമായ ജിംഗിൾ ബെൽസ് ആണ് സാന്തയെ അനുഗമിക്കുന്നവരുടെ കോറസ്. എന്റർടൈൻമെന്റ് ഡെസ്ക് ഓക്സ് ന്യൂസ്.